ആയിരുന്നു. നമ്മളിവിടെ വെള്ളത്തിന്റെ മുകളിൽ ആണ് പന്തൽ കെട്ടിയിരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കൃഷിലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിതിപ്പോൾ നമ്മൾ എവിടെയാണെന്ന് അറിയാവോ? നമ്മുടെ പറമ്പിൽ തന്നെ, നമ്മൾ സ്ഥിരം കാണുന്ന നമ്മുടെ കൃഷിലോകത്തിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പറമ്പിലുള്ള കുറച്ച് വിശേഷങ്ങളാണ്. ഇപ്പോൾ കുറേ ആയിട്ട് നമ്മൾ പുറത്തെ വീഡിയോസൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ പറമ്പിലെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടിട്ട് കുറേ നാളായി കാണും അല്ലേ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ പുതിയ കൃഷി രീതികളും പുതിയ രീതിയിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു, നമ്മുടെ പ്ലാന്റുകളൊക്കെ എത്രത്തോളം വലുതായി, നമ്മൾ എന്തൊക്കെ വളമാണ് അതിന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക. നിങ്ങൾ തീർച്ചയായിട്ടും നടാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നട്ടിട്ടുള്ള പ്ലാന്റുകളെ കുറിച്ചുള്ള ഇൻഫർമേഷനും ഇന്നത്തെ നമ്മുടെ കൃഷിലോകത്തിലെ വീഡിയോസിലുണ്ടാകും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് പേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നമ്മുടെ ഗാക് ഫ്രൂട്ട് നിറയെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ ഫസ്റ്റ് വൺ ഇവിടെ കിടക്കണ അപ്പുറത്തുണ്ട്. ഇങ്ങനെ അടിയിലേക്ക് നിറയെ ഉണ്ട്. ഒരുപാട് ഔഷധ ഗുണമുള്ളതാണ് നമ്മുടെ ഗാക് ഫ്രൂട്ട്. അപ്പോൾ ഗാക് ഫ്രൂട്ട് ചെറുപ്പത്തിലേ നമുക്ക് തോരനൊക്കെ വെക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഇലകളും തോരൻ വെക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ള വൈറ്റമിൻസൊക്കെ ഉള്ള ഒരു ഫ്രൂട്ടാണ്. അപ്പോൾ അത് നമ്മുടെ വീട്ടിലിപ്പോൾ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്ഡേഷനാണ് ഇന്നിപ്പോൾ കാണിക്കുന്നത്. കാര്യം ഒരുപാട് പേര് ഗാക് ഫ്രൂട്ട് എന്തായി വലുതായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്ക് ധാരാളം ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ വെള്ളത്തിൻ്റെ മുകളിലായതുകൊണ്ട് നമുക്ക് പരാഗണം ചെയ്ത് കൊടുക്കാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. അതല്ല വീടിൻ്റെ ഫ്രണ്ടിൽ പന്തലിലൊക്കെയാണ് നമ്മൾ ചെയ്തിരുന്നതെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് ഡെയിലി നമുക്ക് കറക്റ്റ് നോക്കി ചെയ്യാം ആയിരുന്നു. നമ്മളിവിടെ വെള്ളത്തിൻ്റെ മുകളിൽ ആണ് പന്തൽ കെട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പരാഗണം ചെയ്യാനുള്ള ഒരു പ്രശ്നം മാത്രമേ ഞങ്ങളിത് വെച്ചിട്ട് നമുക്ക് തോന്നിയുള്ളൂ. അതുകൊണ്ട് നമുക്കുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് വെറുതെ കിടക്കുന്ന സ്പേസാണ്. ഇപ്പോൾ അവിടെ ഈ സാധനം വളർന്നു. അപ്പോൾ നമുക്ക് അത്രയും മാക്സിമം യൂട്ടിലിറ്റിയാണ്. വെള്ളത്തിൻ്റെ മുകളിൽ വെറുതെ കിടക്കുന്ന സ്ഥലം നമ്മൾ യൂസ് ചെയ്തു. ഇപ്പോൾ ഇവിടെ ഇത്രയും കായുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്തും കിടക്കുന്നുണ്ട്. അപ്പുറത്ത് ഫസ്റ്റ് ഉണ്ടായത് ഇപ്പോൾ കളർ ചേഞ്ചായി. ഇതിന് ഒരുപാട് വിലയാണ്. ഇതിൻ്റെ സീഡ്സിനെന്ന് പറഞ്ഞാൽ ഭയങ്കര വിലയാണ്. ഇത് യൂട്യൂബിൽ കാണുന്ന 1500 രൂപയൊക്കെയാണ് ഇതിന് ഒരു ഫ്രൂട്ടിൻ്റെ വില എന്നാണ് പറയുന്നത്. അതിൻ്റെ സീഡ്സിന് അത്രയും ഒക്കെ വിലയുള്ള ഒരു സീഡ്സാണ്. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ ഇത് മെഡിസിൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഇതായിട്ടാണ്. അതിനെപ്പറ്റിയുള്ള പഠനങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ നാട്ടിൽ വിളയുന്ന ഒരു വിദേശ ഇനം പഴവർഗ്ഗമാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മളോട് ഇതിപ്പോൾ തന്നെ നമ്മൾക്ക് വേണ്ടപ്പെട്ട ഒരാൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഇത് മൊത്തമായിട്ട് എനിക്ക് തന്നേക്കാൻ പറഞ്ഞേനെ. അപ്പോൾ ഞാൻ കൊടുക്കാമെന്നും പറഞ്ഞേക്കാണ്. അപ്പോൾ നമ്മൾ ജാതിയൊക്കെ ഒന്നിച്ച് വാങ്ങിക്കുന്ന പോലുള്ള ഒരു പരിപാടിയല്ലേ. ആൾക്ക് ഇതിൻ്റെ സീഡൊക്കെ സെയിൽ ചെയ്യാനാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തന്നേക്കാമെന്ന് പറഞ്ഞു. ഈ ഒരു ഫ്രൂട്ടിൻ്റെ പേര് ഹെവൻലി ഫ്രൂട്ട് എന്നാണ്. ഹെവൻലി ഫ്രൂട്ട് അതായത് സ്വർഗത്തിലെ പഴം എന്നാണ് ഇതിന് പറയുന്നത് കേട്ടോ. ഇത് ഫ്രൂട്ട് മരത്തിലൊക്കെ നമ്മൾ കയറ്റി വിട്ട് കഴിഞ്ഞാൽ അതങ്ങ് കയറി പോകുന്നല്ലാതെ കായ്കൾ ഉണ്ടാവൽ കുറവായിരിക്കും. പക്ഷേ ഇതുപോലെ നമ്മൾ പന്തലിട്ട് വളർത്തേണ്ട ഒരു പ്ലാന്റാണ്. നമ്മുടെ ഫാഷൻ ഫ്രൂട്ടിൻ്റെയൊക്കെ ഒരു ഫാമിലിയിൽ പെട്ടതാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പന്തലിട്ടാണ് വളർത്തുന്നതെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് വളർത്തിയെടുക്കാനും അതായത് പരാഗണം ചെയ്യാനും അങ്ങനെ നോർമലായിട്ടുള്ള പരാഗണം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മരത്തിലേക്കൊക്കെ കയറ്റി വിട്ടാൽ നമുക്ക് 1-2 കായ്കളൊക്കെ കിട്ടുകയുള്ളൂ എന്നാണ് ഇത് പ്ലാന്റ് ചെയ്തിരിക്കുന്നവരുടെ അനുഭവം പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ നമ്മൾ എല്ലാ ദിവസവും വന്നിട്ട് ആൺപൂവും പെൺപൂവും പരാഗണം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ പെൺപൂക്കളും നമുക്ക് കായ്കളാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് ചെറുതിലേ നമുക്കിത് കറി വെക്കാനൊക്കെ ഉപയോഗിക്കാം. പച്ച കളറിൽ ആയിരിക്കുന്ന സമയത്ത് പഴുത്ത് കഴിഞ്ഞാൽ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാനും അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. ഇതിൻ്റെ ഇലകൾ വരെ നമുക്ക് തോരനുണ്ടാക്കാം. ഞാനത് തോരനുണ്ടാക്കി കേട്ടോ. അപ്പോൾ ഞാനിനി തോരനുണ്ടാക്കിയത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാവേ. ഇപ്പം നമ്മളുടെ ഇവിടെ ചെറിയ കായകൾ പൂവ് പാകമായി വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇത് ഇന്ന് വിരിഞ്ഞിരിക്കുന്ന ഫ്ലവറാണ്. ഇത് ഇന്നലത്തെയാണ്. ഇത് ഇന്ന് പെൺപൂവാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്താണ് പരാഗണം ചെയ്ത് കൊടുക്കുകയും കാര്യങ്ങളും ചെയ്യേണ്ടത്. വീണാൽ ഞാൻ വെള്ളത്തിൽ വീഴും, കാല് തെന്നിയാൽ അടുത്തെറ്റിയാൽ ആനയും വീഴും എന്ന് പറഞ്ഞ മാതിരി നമ്മളുടെ കാല് തെറ്റിയാൽ നമ്മൾ വെള്ളത്തിൽ എപ്പോൾ വെള്ളത്തിൽ വീണെന്ന് ചോദിച്ചാൽ എൻ്റെ മൊബൈലും ഉണ്ട് കയ്യിൽ. മൊബൈലും ഉണ്ട്, പല ദൂഷ്യങ്ങൾ. ഇതാണ് ഇതിനെങ്ങനെ പറിക്കൂനി? പിന്നെ പറിക്കാൻ എന്താ പാട്? പറിക്കാനൊന്നും ഒരുപാടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റീഫൻ ചേട്ടൻ്റെ വെള്ളത്തിലെ കൃഷി.
മനസ്സുണ്ടെങ്കിൽ വെള്ളത്തിലും കൃഷി ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് 2 വാക്കൊന്ന് പറയൂ. വെള്ളത്തിൽ നിന്നല്ല, നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ, ഇപ്പം ഇതിൻ്റെ റേറ്റ് വെച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വെറുതെ കിടക്കണ തോട്, ഈ തോടിൻ്റെ മുകളിൽ നമ്മളൊരു 3 ചെറിയ തടം ഉണ്ടാക്കി അതിൽ കുത്തി കൊടുത്തതാണ്. ഇതുമ്പോൾ ഇപ്പം ഇത്രയും കായ ഉണ്ടായിട്ടുണ്ട്. ഈ കായ ഉണ്ടായത് നമുക്ക് 1500 രൂപ കിട്ടുമെന്ന് പറയണം. നമുക്ക് 1000 രൂപ കിട്ടിയാലും 10,000-20,000 രൂപ കിട്ടും. അപ്പോൾ എങ്ങനെയുണ്ട് ബിസിനസ്? കൃഷി കൊള്ളാമല്ലേ? ഇപ്പോൾ പലരും പറയാറുണ്ട് അവർക്ക് സ്ഥലമില്ല കൃഷി ചെയ്യാൻ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത്? നമുക്ക് മനസ്സുണ്ടെങ്കിൽ എന്തെങ്കിലും കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഗ്രോ ബാഗിൽ വെക്കാം, ഒത്തിരി സ്ഥലമില്ലാത്തവർക്ക്. അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ നമുക്ക് ചെറിയ തോതിലുള്ള കൃഷികൾ, സ്ഥലമില്ലാത്തവർക്ക് ഇപ്പോൾ വേണമെന്ന് വെച്ചാൽ എന്ത് കാര്യവും നടക്കുമെന്ന് പറഞ്ഞാൽ ഗ്രോ ബാഗിൽ തന്നെ പലത് കിട്ടും. വലിയ ഗ്രോ ബാഗുണ്ട്, 50x50 അത് കട്ടി കൂടിയതാണ്, വർഷങ്ങളിരിക്കും അതിൽ. ഇപ്പോൾ നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ചെടികളോ അതുപോലെ ഇപ്പോൾ റംബുട്ടാനൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് പറമ്പിൽ വെക്കുന്ന അത്ര ഉണ്ടായി കിട്ടില്ല. പക്ഷേ സ്ഥലമില്ലാത്തവർക്ക് പറമ്പിൽ വെക്കണത് പോലെ ഉണ്ടാവണമെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ, അവർക്ക് അവരുടെ വീട്ടിലേക്ക് യൂസ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഈ ചെറിയ ചെറിയ സംഭവങ്ങളാണ്. ഇപ്പോൾ പച്ചമുളക് കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് വരെ അവർക്ക് ബാൽക്കണി ഉണ്ടാവും. ആ ബാൽക്കണിയിൽ നമ്മളിപ്പോൾ ചെടിച്ചട്ടിയിലാണ് വെക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ വെക്കാൻ ട്രേ കിട്ടും. അപ്പോൾ നമ്മൾ ഓവർ വെള്ളം ഇതിന് യൂസ് ചെയ്യാതിരുന്നാൽ മതി. എല്ലാ ദിവസവും കാലത്തും വൈകിട്ടും ഒരേ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഒരു കാരണവശാലും ആ മണ്ണ് നനയാനുള്ള വെള്ളം ഉണ്ടാവുള്ളൂ. അപ്പോൾ താഴേക്കും പോവില്ല, ഒന്നുമില്ല. ശരിക്കും ഇടയ്ക്ക് നമ്മൾ അത്യാവശ്യം കുറച്ച് ഈ കപ്പലിൻ്റെ പിണ്ണാക്കും വേപ്പും പിണ്ണാക്കും ഒക്കെ പുളിപ്പിച്ചിട്ട് അത് ഇടയ്ക്ക് ഇപ്പോൾ ആഴ്ചയിൽ 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ ഒക്കെ കുറേച്ചെ നമ്മൾ ഈ നനയ്ക്കുന്നതിന് പകരമായിട്ട് ദോയിച്ചു കൊടുക്കുക, ഡൈലൂട്ട് ചെയ്ത് ദോയിച്ചു കൊടുക്കുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിറച്ച് കായ ഉണ്ടായി കിട്ടും. അതായത് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളതെല്ലാം തന്നെ നമുക്ക് വെണ്ട നടാം. ഇപ്പോൾ ഈ ഹൈബ്രിഡ് വെണ്ടകളൊക്കെ കിട്ടും. ഹൈറ്റ് ഇത്ര ആവുമ്പോഴേക്കും അതുമ്പോൾ കായാവും. അപ്പോൾ നമുക്ക് ചെറുതാക്കി നിർത്തി അതുമേന്ന് വെണ്ട കിട്ടും. പിന്നെ അങ്ങനെ പച്ചമുളക് തന്നെ ഉണ്ടാക്കാം. അങ്ങനെ എല്ലാ സാധനങ്ങളും കൂടുതൽ വലിപ്പം വരാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ശിഖരങ്ങൾ വരും. അപ്പോൾ ഇതുപോലെയുള്ള ഒരുവിധമുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇപ്പോൾ ഏത് ഫ്ലാറ്റിൽ താമസിച്ചാലും അല്ലെങ്കിൽ വില്ലകളിൽ താമസിക്കുക, ടൗൺ ഏരിയയിലൊക്കെ ആണെങ്കിൽ നമുക്ക് സ്ഥലം കുറവായിരിക്കും. ചിലപ്പോൾ 2 സെൻറ്റിൽ അല്ലെങ്കിൽ 4 സെൻറ്റിലൊക്കെ ആയിരിക്കും. എന്തായാലും നമുക്ക് അവിടെ ചെറിയ ഒരു സംഭവമൊക്കെ ഉണ്ട്, അടക്കളത്തോട്ടമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് മനസ്സുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ഒരു തടസ്സമല്ല. പിന്നെ ഇതിനകത്തുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ APJ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പേടിക്കണമെന്ന് വേണ്ട, നമ്മളെ പേടിപ്പിക്കാൻ ആളുണ്ടാവും. അതേസമയം നമ്മൾ എന്ത് കാര്യത്തിലും തോക്കാനായിട്ട് നമ്മൾ റെഡി ആയിരുന്ന നമ്മളെ തോൽപ്പിക്കാൻ ആളുണ്ടാവും. പക്ഷേ ഇവിടെ ഒന്നും നമ്മൾ തോക്കില്ല, നമ്മൾ പേടിക്കില്ല എന്ന് വേണ്ട, ഒരു ശല്യമില്ല, നമുക്ക് സുഖമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ അതുപോലെ ഒരാൾ പേടിപ്പിക്കാൻ വന്നാലും നമ്മൾ ജീവിതത്തിൽ പേടിക്കാൻ പോകരുത്. കാരണം പേടിക്കേണ്ട കാര്യമില്ല, നമ്മൾ ജീവിച്ച് കാണിക്കണം, അന്തസ്സായിട്ട് ജീവിക്കുക. ഈ പേടിപ്പിക്കാൻ വന്നവരെങ്ങനെയാണെന്ന് വെച്ചാൽ പേടിപ്പിച്ച് കള്ളത്തരം കാണിച്ച് അവർ മറ്റുള്ളവരെ പേടിപ്പിച്ച് ജീവിക്കുന്നവരായിരിക്കും. അപ്പം നമ്മൾ നിർബാധം അവരെ തോൽപ്പിച്ച് കൊടുക്കണം. 10 പ്രാവശ്യം തോൽപ്പിച്ച് കഴിയുമ്പോൾ തോറ്റ് തുന്നം പാടി നല്ല മര്യാദക്കാരനും നല്ല ജീവിതം തയ്ക്കാനുള്ള ആൾക്കാരായി അവരും മാറും. അതുകൊണ്ടുള്ള ഗുണം എന്താ? നമ്മുടെ ഭൂമിയിൽ എല്ലാവരും നല്ലവരായി മാറും. അതേസമയം നമ്മൾ തോറ്റ് പോട്ടെ എന്ന് വിചാരിച്ചു കൊടുക്കുമ്പോൾ ഇവർ തലയിൽ കയറിയിരിക്കും. അപ്പോൾ നമ്മൾ പണിയെടുക്കുന്നതും കൂടി അവർ കൊണ്ടുപോയി തിന്നും. അങ്ങനെ ഒരു സാഹചര്യം ഇനി നമ്മളുടെ ഭൂമിയിൽ ഉണ്ടാവരുത്. നമ്മളിപ്പോൾ ഇതിൻ്റെ സ്വല്പം ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ഈ ഇലകൾ കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ കായ ഉണ്ടാവും. ഇതിപ്പോൾ നല്ല എയർ സർക്കുലേഷനും കാര്യങ്ങളൊക്കെ കിട്ടാൻ ഇലകൾ ഞാൻ കുറച്ചൊക്കെ നുള്ളി കളഞ്ഞതായി കിടക്കണം. ഇത് നമ്മുടെ ചേനയാണ്. ഈ ചേന എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ കാര്യമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഇത് കഴിഞ്ഞ തവണ നമ്മൾ ചേന നട്ട് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ തണ്ടൊക്കെ പോകില്ല, തണ്ടൊക്കെ പോയി കിടന്നു. ബാക്കിയുള്ളത് ഭൂരിഭാഗം ഞാൻ പറിച്ചെടുത്തു. കുറച്ച് എലിയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ ഇതിനൊന്നും തന്നെ ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ മാങ്കോസ്റ്റീൻ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ആ മാങ്കോസ്റ്റീന് നമ്മൾ വളമിടുകയും കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ കാണാതെ കിടന്നിരുന്നത് അത് ഇപ്പോൾ അത് നല്ലൊരു അപ്പോൾ വലിപ്പത്തിലുള്ള ചേനയായിരിക്കും. അത് കാരണം ഭയങ്കര സ്ട്രോങ്ങിൽ മുളച്ച് വന്ന് നല്ലൊരു ചേനയായിട്ട് നിൽക്കുന്നു. അപ്പോൾ നമ്മൾ സാധാരണ ചേന നടണം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മഴയും കാര്യങ്ങളൊക്കെ പെയ്ത് കിട്ടി കഴിയുമ്പോൾ ഭൂമി തണുത്ത് കഴിയുമ്പോഴാണ് നമ്മളത് ചേന നടയും കാര്യങ്ങളും ചെയ്യണം. ഇത് നമ്മുടെ വിയറ്റ്നാം സൂപ്പർ എയർലിയാണ്. 1 ഇയർ ആയിട്ടുള്ളൂ. കഴിഞ്ഞ കൊല്ലവും ശരിക്കും 1 മാസമായി. നമ്മൾ കഴിഞ്ഞ കൊല്ലം ജൂൺ 1-ാം തീയതി നട്ട തൈയാണത്.
അപ്പോൾ നമ്മളുടെ ഇത്രയും വളർച്ചയായി. അപ്പോൾ ഇനിയിപ്പോൾ ചിലപ്പോൾ ഈ കൊല്ലം ചക്കയാവും, അല്ലെങ്കിൽ അടുത്ത കൊല്ലം ഉറപ്പായിട്ടും ചക്ക. ഇതുപോലെ തന്നെ നമ്മളുടെ പല തൈക്കളും കൂടെ ഉണ്ട്. നമുക്ക് അവിടെ ഒരു വാഴക്കൊല നിപ്പുണ്ട് കേട്ടോ. ഒരുപാട് വാഴക്കൊല ഇപ്രാവശ്യം കിട്ടി. ഇത് ഞാൻ അവിടെ നമ്മുടെ വലിയ പ്ലാവിനെ കാണിച്ചു തന്നില്ലേ, ഇത് അതിലും ചെറുതാണ്. കാരണം ഇവിടെ ഇത്തിരി ചോലയും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ശിഖരം പൊട്ടി വന്നിട്ടുണ്ട്. മിക്കവാറും ഇതിൽ ഈ തവണ തന്നെ, ഈ കൊല്ലം തന്നെ നമുക്ക് ചക്ക ഉണ്ടാക്കി കിട്ടും. നമ്മുടെ മാങ്കോസ്റ്റീൻ നമ്മളിപ്പോൾ കഴിഞ്ഞ കൊല്ലം ഇതുപോലെ, ഞാനിപ്പോൾ ആ പ്ലാവ് പറഞ്ഞില്ലേ വിയറ്റ്നാം സൂപ്പർ എയർലി, അത് വെച്ച സെയിം ഇതിൽ നമ്മൾ വെച്ച് കൊടുത്തതാണ്. ഇപ്പോൾ ഇതും ഒരു കൊല്ലവും ഒരു മാസമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിനെന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെ വളർച്ചകൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടോ. പ്ലാവ് അത്രയും ഹൈറ്റിൽ വളർന്നു. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് 1, 2, 3 ശിഖരം കഴിഞ്ഞു, 4ാമത്തെ ശിഖരം വന്നു. ഒരു കൊല്ലം കൊണ്ട് അപ്പോൾ നമുക്ക് 4 ശിഖരം വന്ന് കിട്ടി. നമ്മൾ തൈ വയ്ക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഇത് 2 വർഷമായ തൈയായിരുന്നു. അപ്പോൾ ഇതിന് ശിഖരങ്ങളായിട്ടില്ല, ഈ വലിപ്പം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഒരു കൊല്ലം കൊണ്ട് ഇത്രയും വളർന്നു. ഇതിലും വലിയ തൈകളുണ്ട് ഇവിടെ. ഇതിന് എത്ര രൂപ വരും നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ? ഇതിപ്പോൾ ഇത് 3 കൊല്ലമായ തൈയാണ്. അവർ 300 400 മേടിക്കുന്നു. 300 മേടിക്കുമായിരിക്കും. പിന്നെ കുറച്ച് കാലം കൂടി നിർത്തി കഴിയുമ്പോൾ അവരുടെ അവിടെ ശരിക്കും അവർ ഇതിനെ ഒരുപാട് വളർച്ചയിലേക്ക് പോവാതെ തന്നെ നിർത്തി വലിപ്പം കൊല്ലങ്ങൾ കൂട്ടിയെടുക്കുകയാണ്. അപ്പോഴല്ലേ കായ ഉണ്ടാവുള്ളൂ. ചട്ടിയിലും ഗ്രോ ബാഗിലും ആകുമ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എത്ര വളരണം നമുക്ക് അത്രയും വളർത്തിയിടുക. അപ്പോൾ നമ്മളിപ്പോൾ ശരിക്കും ഈ മെയ് മാസത്തിൽ ഏപ്രിലിൽ വളം കൊടുത്തതാണ്. അത് കഴിഞ്ഞ് പുല്ലൊക്കെ കാര്യങ്ങളൊക്കെ പിന്നെയും വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പുല്ല് പറിക്കാൻ ആളെ കിട്ടിയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ സ്വല്പം വളങ്ങളും മേടിച്ച് വളം കൂടിയിട്ട് ആണുങ്ങളെയും കൊണ്ട് തന്നെ ഇത് വീണ്ടും ഒന്ന് മൂടിച്ചു. അല്ല, അപ്പം നമ്മൾ ശരിക്കും അങ്ങനെ മൂടണമെന്നില്ല. അപ്പം മെയ് മാസത്തിൽ മൂടിങ്ങി അല്ലെങ്കിൽ ഏപ്രിലിൽ മൂടിങ്ങി നമ്മളിനിപ്പോൾ ഒരു 6 മാസം കഴിയൊക്കെ ഒരു മൂടലും കൂടി കൊടുത്താൽ ഒക്ടോബറിലോ മഴ അവസാനിക്കുന്നതിന് മുമ്പായിട്ടൊരു, അപ്പോൾ ഞാനിപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മഴ അവസാനിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആട്ടുംകാട്ടം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ആട്ടുംകാട്ടം കിട്ടും, അപ്പോൾ അത് ഇട്ട് കൊടുക്കും. ആട്ടുംകാട്ടം കിട്ടിയില്ലെങ്കിൽ നമുക്ക് ചാണം വാങ്ങിയിട്ട് ചാണം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിന് നിലനിന്ന് നല്ല വളർച്ചയും കാര്യങ്ങളും ആയിക്കോളും. ചാണത്തിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും വെല്ലുപൊടിയോ എന്തെങ്കിലും വേണമെങ്കിൽ കയറ്റി ഇട്ട് കൊടുക്കാം. പിന്നെ സ്വല്പം വേപ്പ് പിണ്ണാക്കൊക്കെ ഇട്ട് കൊടുത്താൽ കീടശല്യവും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. നമ്മുടെ ഏതോ ഒരെണ്ണത്തിൽ തെങ്ങിൻ്റെ പട്ട വീണ് ഒടിഞ്ഞു പോയെന്ന് പറഞ്ഞില്ലേ? അയ്യോ, അതൊക്കെ നമ്മൾ തെങ്ങുണ്ട് ഇതിൻ്റെ ഇവിടെ. ആ തെങ്ങൊന്ന് കാണിച്ചു. നമ്മുടെ നല്ലൊരു തെങ്ങാണിത്. ഇതിപ്പോൾ ഒരു നിറയെ തേങ്ങയുണ്ട്. അപ്പുറത്തുനിന്ന് നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. നമുക്ക് ഇതിന് ഒരു 80, 40, 30, 35 വർഷമൊക്കെ പഴക്കമുണ്ട്. അപ്പോൾ നമ്മുടെ മറ്റൊരു മാങ്കോസ്റ്റീൻ തൈയാണത്. ഇതിപ്പോൾ നല്ല ആരോഗ്യമുള്ള, നല്ല വളത്തിൽ നിൽക്കണ, നന്നായി വളരുന്ന ഒരു തൈയാണ്. അതിൻ്റെ ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ കണ്ടോ, ശിഖരങ്ങൾ വന്നതിലെല്ലാം നിറച്ച് പൊടിപ്പുകളും കാര്യങ്ങളും വന്നു. നല്ല ആരോഗ്യത്തിൽ അടുത്ത ശിഖരം വന്നു കണ്ടോ. അപ്പോൾ ഇതൊക്കെ വെച്ചെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിന് 1, 2, 3, 4ാമത്തെ ശിഖരം വന്നു. ഈ ഒരു വർഷം കൊണ്ടാണ് നമുക്ക് ഈ 4 ശിഖരം കിട്ടിയേക്കുന്നത്. ഇപ്പോൾ കുറച്ച് വെള്ളം നിൽക്കുന്ന പ്രദേശമാണെങ്കിലും, അതായത് മഴക്കാലത്ത് വെള്ളം ഒഴുകിപ്പോകുന്ന തോടിൻ്റെയൊക്കെ ചുറ്റുമാണെങ്കിലും നമുക്ക് നടാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് മാങ്കോസ്റ്റീൻ. വെള്ളം പ്രശ്നമല്ല എന്ന് വിചാരിച്ച് തനി വെള്ളത്തിലല്ല കേട്ടോ. അപ്പം നമ്മുടെ ബെറാബയിൽ വീണ്ടും കായ്കൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. താഴെ ഈ നിൽക്കുന്ന അതിന്റെ കുരുവാണ് വീണുകാണോ? അതെ അതെ, ഇത് കണ്ടാ അതിന്റെ തൈകളാണ്, ബെറാബയുടെതാണ്. അപ്പം നമുക്കൊരു കാര്യം എളുപ്പം മനസ്സിലായില്ലേ, ഇതിന്റെ കുരു ഇട്ട് കഴിഞ്ഞാൽ കിളുക്കും. പക്ഷെ ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ കുറേ സമയം വെച്ച് കഴിഞ്ഞാൽ കിളുക്കുമെന്ന് നമുക്ക് അറിയില്ല. കിളുക്കില്ല. അതാ നമ്മൾ ഫ്രൂട്ട് എടുത്ത് ആ കൂട്ടത്തിൽ തന്നെ. നമ്മുടെ ജാതിയുടെ അങ്ങനെയാണ്, ജാതിയുടെയാണ് ഇത് തന്നെ. പീനട്ട് ബട്ടറൊക്കെ അത് ഉണക്കി കഴിഞ്ഞാൽ പിന്നെ മുളക്കില്ല. അതെ അതെ അതെ. അപ്പോൾ നമുക്കിത് അങ്ങനെ ആർക്കും അയച്ചു കൊടുക്കൽ ഇതൊന്നും പോസിബിൾ അല്ല. ഞങ്ങൾ കഴിഞ്ഞ തവണ പലരും ചോദിച്ചിട്ട് പീനട്ട് ബട്ടറിനെ എടുത്ത് ഉണക്കി നോക്കി. അപ്പോൾ കിളുക്കാൻ ചാൻസ് കുറവായിട്ടാണ് കാണുന്നത്. കാരണം അതിൻ്റെ കുരു ഉണങ്ങി കഴിയുമ്പോൾ ഞൊട്ടിപ്പോവും. അപ്പോൾ അതേ ഇതുമ്പോൾ വേണ്ടത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിന് നല്ല പുളിയാണ് കേട്ടോ. ഇത് ഓരോ ക്ലൈമറ്റിനാണ്.
അനുസരിച്ചാണെന്ന് തോന്നുന്നു. ചില സമയത്ത് എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് കായ്ച്ചത് വേനൽക്കാലത്താണെന്ന് തോന്നുന്നു. അപ്പം നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇപ്പം ഇതിന് അപാര അത് മഴ പെയ്തിട്ടാണ്. വേനൽക്കാലത്ത് വെള്ളത്തിൻ്റെ ഇത് കുറവായിരിക്കും, അപ്പം നല്ല മധുരവും കാര്യങ്ങളും വരും. ഇപ്പോൾ വെള്ളത്തിന് യാതൊരുവിധ പഞ്ഞവുമില്ല. ഇവിടെ സൈഡിലൊക്കെ വെള്ളം കെട്ടി കിടക്ക വരെ. അതായിരിക്കും കേട്ടോ. ഇതിനകത്ത് ഞാനിപ്പോൾ ഇവിടെ നിന്നൊരു ആൺപൂവ് പറിച്ചെടുത്തതാണ്. അപ്പോൾ നമുക്ക് ഇത് പരാഗണം നടത്താൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ ഏതളുകളെ മാറ്റിക്കളയാം. എന്നിട്ട് നമ്മളിതിപ്പോൾ വെള്ളത്തിൻ്റെ മുകളിലായതുകൊണ്ട് നമ്മുടെ സൗകര്യത്തിന് നമുക്ക് ചെയ്യാൻ സൗകര്യം ഓക്കെ അല്ല. കാരണം നോക്കി കളിച്ചില്ലെങ്കിൽ വെള്ളത്തിൽ നിന്ന് താഴെ വരും. ഇതിപ്പോൾ ഇത്രയും പാടുപെട്ടാണ് നമ്മുടെ ശിവചേട്ടൻ ചെയ്യണത്. ഇത് കണ്ട, ഇതെങ്ങനെയാണ് പരാഗണം നടത്തി കൊടുക്കുന്നത്. ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കാലത്താണ്. ഇതിപ്പോൾ വൈകിട്ടായതുകൊണ്ടാണ് ഇതിൻ്റെ പൂവ് കൊഴിഞ്ഞു പോയി. അപ്പോൾ നമ്മൾ ഈ പൂവിനെ, ആൺപൂവിനെ ഇതിൽ പെൺപൂവിൽ ഇങ്ങനെ കൊണ്ടുവന്ന് മുട്ടിച്ച് കൊടുത്താൽ നമ്മളുടെ കാര്യങ്ങൾ ശരിയാവും. ഇനിയിപ്പോൾ നമുക്ക് നമ്മളുടെ ചാനലിൽ തന്നെ നമ്മൾ പല വെറൈറ്റി മുളകുകളും കാര്യങ്ങളും ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചില മുളകുകൾ നമ്മളുടെ അടുത്ത് ഇപ്പോഴും അന്നത്തെ അതിൽ നിന്ന് നിൽക്കുന്നതുണ്ട്. കംപ്ലൈൻറ്റ് അത് അന്ന് വളരെ ഡിമാൻഡുള്ളൊരു മുളകായിരുന്നു അല്ലേ? അത് നമ്മൾ ഒത്തിരി പേർക്ക്, എത്ര 500 അല്ലാന്ന് എനിക്ക് തോന്നുന്നു, ഒത്തിരി പേർക്ക് നമ്മൾ സീഡ് അയച്ചു കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായി. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മളുടെ കൊറോണ വന്ന് പോസ്റ്റ് ഓഫീസും എല്ലാം ഒന്ന് ക്ലോസ് ചെയ്യുന്ന അവസ്ഥ, നമുക്ക് പുറത്ത് പോകാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വന്നപ്പോൾ നമ്മൾ തൽക്കാലം അതൊക്കെ നിർത്തി. പിന്നെ കുറച്ച് സീഡുകൾ നമ്മളുടെ കയ്യിൽ ഏകദേശം മണി സീഡുകളൊക്കെ തീർന്നു പോയി. പിന്നെ ഇപ്പോൾ തന്നെ നമ്മളുടെ മുളകുകളൊക്കെ വീണ്ടും പുഷ്പിച്ചിരിക്കും. ഇത് താഴെ നിൽക്കുന്നത് നമ്മുടെ ഫസ്റ്റ് മുളക് അല്ലേ? ഇത് നമ്മൾ ഒരുപാട് ഒന്നും സംരക്ഷിക്കാനില്ല, ഇതൊക്കെ കട മറിഞ്ഞു നിൽക്കണതാ. പിന്നെ നമ്മളുടെ വേറൊരു വെറൈറ്റി മുളകാണ്. ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ വെറൈറ്റി മുളക്. ഇത് ഒരുപാട് പേര് ചോദിച്ചതാണ്. ആ സമയത്ത് ഈ മുളകിന് ഭയങ്കര ഡിമാൻഡായിരുന്നു. കാര്യം ഇത് കിട്ടണില്ലായിരുന്നു, ഉണ്ടാവണില്ല. നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു പ്ലാന്റ് പോയായിരുന്നു. പക്ഷെ അന്ന് തന്നെ ഈ പറമ്പിൽ നിന്നിരുന്ന ഒരു ചെറിയ പ്ലാന്റ് ഇപ്പോൾ നന്നായിട്ട് വളരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഇപ്പോൾ കായ്കളൊക്കെ ആയി ചെറുതായിട്ട് പഴുത്ത് തുടങ്ങണേ ഉള്ളൂ. താഴെയും കിടക്കണ്ടായില്ല, അതുകൊണ്ട് ഒരു കൊല താഴെയുണ്ട്. നമുക്ക് കുറച്ച് പറിച്ചാലോ? വേണ്ട, ഇപ്പൊ പറിക്കണ്ട, പഴിക്കട്ടെ. ശിവചേട്ടൻ ഒന്നും പറപ്പിക്കില്ല. അതെ, ഇത് നമ്മുടെ സാധാരണ മുളകല്ലേ? മറ്റേ മുളക്. അത് മുളക് സാധാരണ മുളകല്ല, ചങ്ക് കഴപ്പൻ എന്ന് പറഞ്ഞാൽ നല്ല, അത് വേണ്ടതുണ്ട്. ഈ കൊറോണയൊക്കെ കഴിയുമ്പോൾ ഇതിന്റെ സീഡ് ആവശ്യമുള്ളവർ പറഞ്ഞാൽ നമ്മൾ അയച്ചു തരും. അതെ, വീഡിയോയിൽ കമന്റ് ചെയ്തിട്ടേക്കുക. തീർച്ചയായിട്ടും ഈ വിത്തുകളൊക്കെ കൊടുക്കുന്നത് നമ്മുടെ ചാനലിൽ സ്ഥിരം കമന്റ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നവർക്കാണ് കേട്ടോ. അവർക്കുള്ളൊരു ഗിഫ്റ്റാണ് ഞങ്ങൾ തരുന്ന സീഡ്സ്. അപ്പോൾ സീഡ്സ് വേണ്ടവർ കമന്റ് ചെയ്തോളൂ. അപ്പോൾ മുളകിൻ്റെ ഒക്കെ ആണെങ്കിലും ഒരുപാട് ഇലകളൊക്കെ ഇങ്ങനെ നിൽപ്പുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കുറച്ചൊന്ന് കട്ട് ചെയ്ത് കളയുന്നത്, ഇങ്ങനെ കിള്ളി കളയുന്ന ഒരു പരിപാടി എനിക്കുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യണത് നല്ലതാണ്. താഴെ ഒരു ഇത് കിടക്കുന്നുണ്ട്, പഴുത്ത് തുടങ്ങി. ഇവിടെ ഇപ്പുറത്ത് അപ്പുറത്തുണ്ട്, അത് പൊട്ടിച്ചോ? ഇത് കണ്ട, ഇത് കണ്ട, ഒരെണ്ണം പഴുത്ത് വരുന്നുണ്ട്. ഇതിന് വിത്ത് കുറവാണ്, അതാണ് ഏറ്റവും വലിയത്. നമ്മൾ വിത്തായിട്ട് എടുത്ത് ഓരോരുത്തർക്ക് അയച്ചു കൊടുക്കാന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് 1-2 വിത്തേ ഉണ്ടാവുള്ളൂ അല്ലേ? ചിലതിൽ തീരെ കുറവായിരിക്കും, ചിലതിൽ 5-10 വിത്തൊക്കെ ഉണ്ട്. പിന്നെ ഏത് എടുക്കാൻ പറഞ്ഞേ? ആ താഴെ ഇതാ, അതൊന്നും കൂടി പഴുത്തോട്ടെ. അതെ അതെ. അപ്പോൾ നമുക്ക് പോവാം. പക്ഷെ നമ്മളുടെ ആ നീളത്തിലുള്ള മുളകിൽ വേണ്ട വിത്തായിരിക്കും. അതാ ചോദിക്കണവർക്ക് ഞങ്ങൾ ഓരോ മുളകൊക്കെ കൊടുക്കാം. 2-3 പറിക്കട്ടെ, കുറച്ച് നമുക്ക് കറിയിലിടാം. നമുക്ക് കറിയിലിടാം. ഇത് നല്ല ഒരുപാട് മൂക്കണേന് മുമ്പാണെങ്കിൽ ഇത് നല്ലതാണ്. ഒരുപാട് മൂത്താ ഭയങ്കര എരിവായിരിക്കും. അതാണ് ചങ്ക് കിഴപ്പൻ എന്ന് ഇതിന് പേര് വരാൻ കാര്യം. ഇപ്പൊ കിളിന്തിലേ പറിച്ച് കറിക്ക് നമുക്ക് എടുക്കാം. ഇതിപ്പോ ഞങ്ങളുടെ ഒരു ജാതിമരമാണ് കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ജാതിക്കായുള്ള ജാതിമരമാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ടിങ് ടിങ്. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ജാതിമരം. അല്ല, അധികം വലിയ ജാതിമരമല്ല വെച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. കൃഷിലോകം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ്റെ ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ.
ബൈ.